യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 2-ാം വാക്യത്തിൽ, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. ഞാൻ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്ന് പറഞ്ഞ ശേഷം കൊമ്പ് ആരാണെന്ന് പറഞ്ഞിട്ടില്ല. കൊമ്പ് ആരാണെന്ന് പറയുന്നത് 5-ാം വാക്യത്തിലാണ്. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. പിതാവ് തോട്ടക്കാരനും യേശുക്രിസ്തു മുന്തിരിവള്ളിയും ആ മുന്തിരിവള്ളിയിലെ ബ്രാഞ്ചസ്, വിവിധങ്ങളായ ചെറിയ 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 ചെറുതും വലുതുമായ കൊമ്പുകളിൽ ഒരു കൊമ്പാണ് ഞാൻ. നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും. ഇവിടെ ഒന്നാമത് ക്രിസ്തുവും ക്രിസ്ത്യാനിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളമായ ഒരു ചിത്രമാണ് ഇവിടെ കാണിക്കുന്നത്. ആ ബന്ധത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, അത് വെച്ചു പിടിപ്പിക്കുന്നതല്ല, അത് റിയലായിട്ടും വരേണ്ടതാണ്. അത് വെൽഡിങ്ങോ ആണി വയ്ക്കുന്നതോ റിവറ്റ് വയ്ക്കുന്നതോ ഒന്നുമല്ല. വീണ്ടും ജനനമാണ്. ദൈവത്തിൽ നിന്ന് ജനിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ പാപം ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ആഴമേറിയൊരു ക്രിസ്തീയ സത്യം ഈ ഭാഗത്ത് വെളിപ്പെടുകയാണ്. മുന്തിരിവള്ളിയിൽ കൊമ്പ് ആയിരിക്കുന്നത് കൊമ്പൊന്നും ചെയ്തിട്ടല്ല, മുന്തിരിവള്ളി അതിൽ നിന്ന് പുറപ്പെടുവിച്ചതാണത്. കർത്താവിൻ്റെ കൃപയാലാണ് നാം കർത്താവിലായത്. കർത്താവാണത് ചെയ്തത്, നമ്മളല്ലത് ചെയ്തത്. ജനനത്തിൽ കുട്ടിക്ക് എന്താ പങ്ക്? ജനിപ്പിക്കുന്ന ആൾക്കല്ലേ പങ്കുള്ളൂ. ഇത് നമ്മൾക്കൊരു ഉത്തരവാദിത്വമില്ല എന്നൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം. അത് അടുത്ത വാക്യത്തിലുണ്ട്. എങ്കിലും ഇതിൻ്റെ ഒരു അടിസ്ഥാന സത്യം, നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത് മുഴുവനായും ദൈവകൃപയാണ്. സ്തോത്രം, 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 സ്തോത്രം. ആ മുന്തിരിവള്ളിയിൽ നിന്ന് കൊമ്പായ എന്നെ നീക്കിക്കളയാൻ ആ തോട്ടത്തിൽ നിൽക്കുന്ന 1,00,000 മുന്തിരിച്ചെടികൾക്ക് കഴിയത്തില്ല. ആ തോട്ടത്തിലും പരിസര പ്രദേശങ്ങളിൽ നിൽക്കുന്ന വലിയ വൃക്ഷങ്ങൾക്ക് കഴിയത്തില്ല. അതുവഴി പോകുന്ന കുറുക്കനോ കുരങ്ങനോ ആനയ്ക്കോ പുലിക്കോ കഴിയത്തില്ല. ഈ മുന്തിരിവള്ളിയിൽ നിന്ന് കൊമ്പായി എന്നെ നീക്കം ചെയ്യുവാൻ തോട്ടക്കാരനല്ലാതെ ആർക്കും കഴിയയില്ല. തോട്ടക്കാരൻ എന്നെ നീക്കിക്കളയാനല്ലല്ലോ എന്നെ നട്ടതും വളർത്തിയതുമെല്ലാം. ഫലം കായ്ക്കാൻ വേണ്ടി തന്നെയാണ്. എന്നാൽ ഫലം കായ്ക്കാനുള്ള അവസരങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞ് മരത്തെ നിഷ്ഫലമാക്കുക, നിലത്തെ നിഷ്ഫലമാക്കുക, സമയം നിഷ്ഫലമാക്കുക, സഭയെ നിഷ്ഫലമാക്കുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ അസഹനീയമാകുമ്പോൾ മാത്രമേ നീക്കിക്കളയലെന്നുള്ള കാര്യം ചിന്തിക്കുന്നുള്ളൂ. എങ്കിലും ഒരു മുന്നറിയിപ്പ്, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും പിതാവ് നീക്കിക്കളയുന്നു. നമുക്ക് നീക്കിക്കളയൽ സംഭവിക്കയില്ല. അങ്ങനെ സംഭവിക്കയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നു. ഞാൻ അങ്ങനെ ഏറ്റുപറയുന്നു. ഇല്ല, എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്തതെല്ലാം ചുവടെ പറഞ്ഞു പോകും. നട്ടിട്ടുള്ളതിനെ ആർക്കും പറിച്ചു കളയാൻ കഴിയത്തില്ല. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.